ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്, കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പുതിയ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പറ്റുന്നതും എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ രാവിലത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലുണ്ട്. അപ്പോൾ നമ്മൾ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിൻഷിമോൾക്ക് പതിപോലെ ചോറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോറ് വെച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അതിലാക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് അവൾക്ക് കറി ഞാൻ മുട്ട പൊരിച്ചതും രസമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രസം വേറൊരു ഡപ്പയിലും മുട്ട പൊരിച്ചത് പിന്നെ ചോറിൻ്റെ കൂടെ തട്ടിലും കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അവൾക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ആരും കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കുള്ളൂ. രാവിലെ ഒരു ഗ്ലാസ് ചായയും 2 ബിസ്ക്കറ്റും കഴിക്കും. ഒരു 6 മണിക്ക് അത് കഴിക്കും. പിന്നെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ കേട്ടോ. നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കുമ്പോഴൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതുവരെ നമുക്ക് കഴിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ, പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പണി കഴിഞ്ഞാലേ ഇരുന്ന് കഴിക്കാനൊരു ഇത് വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് പണി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സമാധാനക്കേടല്ലേ. അത് കഴിയാണ്ട് ഒരു ഇതും കഴിക്കാനോ ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ഇതാ റിൻഷിമോള് കവറിലൊക്കെ ആക്കിയിട്ട് ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എന്താണ് പരിസ്ഥിതി, ജൂൺ 5 പരിസ്ഥിതി ദിനം. സ്കൂളിലേക്ക് എന്ത് കൊണ്ടുപോകാൻ പറഞ്ഞു? പോസ്റ്റർ നിർമ്മിച്ചിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ റിൻഷിമോള് പോസ്റ്റർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പരിസ്ഥിതിനെ കുറിച്ചിട്ട് ഹിന്ദിയിലുമാണല്ലേ ഒന്ന്. അപ്പോൾ ഇത് അവിടെ നോക്കട്ടെ. മരം ഒരു വരം, സുരക്ഷ നമ്മുടെ സുരക്ഷ, എന്താ തിരിച്ചു പിടിക്കാൻ നാടിൻ്റെ പച്ചപ്പിന്. എത്ര മതിയോ? എത്ര എഴുതിയാൽ മതിയോ? പോവാണ് കേട്ടോ. ടാറ്റാ ബൈ. ടാറ്റാ ബൈ. അവൻ ചെറുക്ക. ടാറ്റാ ബൈ. പിന്നെ അവള് പോയിട്ടാ നമ്മുടെ റോസാക്കുട്ടൈ നമ്മൾ പുതിയ വെച്ച ചെടിയിലൊക്കെ റോസാപ്പൂ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, 2 റോസ് വിഷമത്തിലാണല്ലോ മക്കളെ. എന്താണ്, എനിക്ക് തളർന്നു പോയ പോലെ ഉണ്ട്. എന്ത് പറ്റി? നിവർന്ന് നിൽക്കൂ. പിന്നെ അങ്ങനെ തന്നെ നിൽക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞി റോസാപ്പൂകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മുകളിലാണ് കണ്ട. മുകളിൽ നിറയെ റോസ് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്നാൽ ഇനി അടിക്കണം, തുടക്കണം, തിരുമ്പണം പണിയുണ്ട് കേട്ടോ. നമ്മുടെ ചോറും കൂട്ടാനൊക്കെ ആയി. ഇനി പുറം പണികളുണ്ട്. അലക്കൽ ഉമ്മാൻ്റെ അലക്കിയിട്ടിട്ടുണ്ട്. അയൽ പൊട്ടി വെല്ലമ്മ, അയൽ പൊട്ടി. തനിയെ പൊട്ടിയിരിക്കണം. എൻ്റെ മാക്സിയും താഴത്ത് കിടക്കണതാ. അങ്ങനെ പോയി. നല്ല പൊടി. ഇന്ന് മഴ പെയ്യോ? പിന്നെ രസം ഒക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ഒന്നും നോക്കണ്ട. രാവിലെ ഉച്ചക്കലക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ വെച്ചാൽ പിന്നെ ഉച്ചക്കലക്കുള്ളതും ചേർത്തിട്ടാട്ടോ ചോറൊക്കെ വെക്കണത്. പിന്നെ തേങ്ങയിലേക്ക് മാത്രം ഞാൻ വൈകുന്നേരത്ത് എന്തെങ്കിലും നാഷ്ട എന്തെങ്കിലും ഉണ്ടാക്കും.
പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ തുടക്കാൻ വേണ്ടി നിന്നതാട്ടോ. അടിക്കൽ കഴിഞ്ഞ് തുടക്കാൻ വേണ്ടി നിന്നപ്പോൾ റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വേഗം റിയാസ്കാക്ക് ചപ്പാത്തി ചട്നി എടുത്തു കൊടുത്തു. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ചട്നി ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പുതിയ കുച്ചിയല്ലേ, അപ്പോൾ ഒന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ കുച്ചിക്ക് പിന്നെ നിറയെ എന്താ പറയുക, കുച്ചി എത്ര കിട്ടിയാലും തികയില്ല കേട്ടോ എനിക്ക്. കാരണം എന്താ പറയുക, നമ്മുടെ ഫാത്തിമക്കുട്ടീൻ്റെ എപ്പോഴും ഇതാകുമ്പോൾ വേഗം ഇറ്റിറ്റ് പോവുകയും ചെയ്യും. മൂത്രം ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ വേഗം കേട് വരും കേട്ടോ നമ്മുടെ കുച്ചി. അപ്പോൾ ഞാൻ തുടക്കാനൊരു കുച്ചി, അവളുടെ ആവശ്യത്തിനുള്ള കുച്ചിയൊക്കെ വേറെ വേറെ ആയിട്ടാണ് വെക്കൽ. അപ്പോൾ ഞാൻ തുടക്കണ കുച്ചി കുറച്ച് പഴകിയപ്പോൾ അത് ഞാൻ അവൾക്ക് തുടക്കാൻ വേണ്ടി എടുത്തു. പിന്നെ അപ്പോൾ വീട്ടിലേക്കുള്ള ഒരു കുച്ചി നമ്മളന്ന് നോട്ട് ബുക്കൊക്കെ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാട്ടോ, നമ്മൾ ബാത്റൂമിലേക്കും തുടക്കാനൊക്കെ ഉള്ള കുച്ചി. അപ്പോൾ അതൊന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയ ശേഷം പിന്നെ ഉമ്മയില്ല, അമ്മമാനെ കാണാൻ വേണ്ടിയിട്ട് പ്രായരിയിലേക്ക് പോയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും റജിക്കുട്ടിയും ഫാത്തിമക്കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം അവരൊക്കെ അവിടെ TV കണ്ടിട്ടിരിക്കുകയാണ്. റിയാസ്ക കഴിക്കണമുണ്ട്. അപ്പോൾ ഞാനെന്നാൽ വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിയാസ്ക ചപ്പാത്തിയൊക്കെ തിന്നിട്ട് പോകും കേട്ടോ. പിന്നെ നമ്മുടെ റജിക്കുട്ടി അംഗനവാടിക്ക് പോയിട്ടില്ല. അപ്പോൾ നാളെയാണ് അവളുടെ പ്രവേശനോത്സവം. അപ്പോൾ അത് നാളൊക്കെ ആയിരിക്കും. പിന്നെ ഫാത്തിമക്കുട്ടിക്ക് പിന്നെ 11-ാം തീയതിക്കാണ് കേട്ടോ അവളുടെ TC കിട്ടിയ ശേഷം അവളെ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവൾക്കും പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ റജിക്കുട്ടിൻ്റെ ഫാത്തിമക്കുട്ടിൻ്റെ യൂണിഫോമൊക്കെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ കൂട്ടുകാരി. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കണം. അപ്പോൾ അവൾക്കത് വാങ്ങി ഒന്ന് ഇട്ടൊക്കെ നോക്കണം, നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം TC കിട്ടിയാലല്ലേ അവളെ സ്കൂളിലൊക്കെ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അവളെ യൂണിഫോം ഇട്ടെന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അവളും എല്ലാവരെ പോലെ ആയാൽ മതി എന്നുള്ളൊരു ഇടയ്ക്ക് ചിന്തയൊക്കെ വരും എനിക്ക്. കാരണം അവളങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങറല്ലേ. ഞാൻ അധികം അവളുടെ വീഡിയോ കാണിക്കാത്തതും അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ചില സമയത്ത് അവളുടെ കാര്യങ്ങളും നിങ്ങൾ അറിയണമല്ലോ. ഇതാ റിയാസ്ക കഴിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ എൻ്റെ തുടക്കലും അടിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ വീണ്ടും. അപ്പോൾ രാവിലെ ഒരു കഴുകൽ കഴിഞ്ഞു. പിന്നെ പണിയൊക്കെ എടുത്തപ്പോൾ നിസ്കരിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു കേട്ടോ. പിന്നെ കഴുകി വന്ന ശേഷം സമാധാനത്തിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് ചായയും ചപ്പാത്തിയും പാടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. പിന്നെ അധികം ഒരുപാട് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ അധികം ലെങ്ത് ആക്കാത്തത് കേട്ടോ. അപ്പോൾ